എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു വളരെ രസകരവും പ്രാധാന്യമുള്ളതുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ചരിത്രത്തിലെ സുവർണ അധ്യായങ്ങളിൽ ഒന്നായ ഇസ്ലാമിക സ്പെയിൻ അല്ലെങ്കിൽ അൽ അന്തലൂസ് എന്നറിയപ്പെടുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 8-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെ യൂറോപ്പിന്റെ ഹൃദയഭാഗത്ത് തിളങ്ങി നിന്നൊരു സംസ്കാരമായിരുന്നു ഇത്. ഒരു പുസ്തകത്തിലെ അധ്യായം വായിക്കുന്നതിനു പകരം നമുക്ക് ഒരുമിച്ച് ആ ചരിത്രത്തിലൂടെ ഒന്ന് യാത്ര ചെയ്താൽ എങ്ങനെയിരിക്കും? ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാകും എന്നതിനെക്കുറിച്ച് ഒരു ചെറിയ ധാരണ നൽകാം. നമ്മുടെ ലക്ഷ്യങ്ങൾ ഇതാ. ലക്ഷ്യം 1. എങ്ങനെയാണ് സ്പെയിനിൽ ഉമയ്യദ് സാമ്രാജ്യം രൂപപ്പെട്ടതെന്ന് നമ്മൾ മനസ്സിലാക്കും. ലക്ഷ്യം 2. 711 CE മുതൽ 1492 CE വരെയുള്ള സ്പെയിനിലെ രാഷ്ട്രീയപരവും സാംസ്കാരികവുമായ വളർച്ചയെക്കുറിച്ച് നമ്മൾ വിശദമായി പഠിക്കും. ലക്ഷ്യം 3. ഇസ്ലാമിക സ്പെയിനിന്റെ വിദ്യാഭ്യാസപരമായ നേട്ടങ്ങൾ എന്തൊക്കെയായിരുന്നുവെന്ന് നമ്മൾ പരിശോധിക്കും. ലക്ഷ്യം 4. ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളോടുള്ള അവരുടെ താൽപ്പര്യവും സാഹിത്യത്തോടുള്ള ഇഷ്ടവും നിങ്ങളിൽ വളർത്താൻ ഞാൻ ശ്രമിക്കും. മോഡ്യൂൾ 1. ഉമയ്യദ് സാമ്രാജ്യത്തിന്റെ രൂപീകരണം, ഒരു പുതിയ അധ്യായം. സ്പെയിനിലെ ഉമയ്യദ് സാമ്രാജ്യത്തിന്റെ രൂപീകരണമെന്നത് ഒരു വലിയ കഥയാണ്. ഇത് വെറുമൊരു സൈനിക നീക്കമായിരുന്നില്ല, മറിച്ച് ഒരുപാട് ആളുകളുടെ കഠിനാധ്വാനത്തിന്റെയും അസാമാന്യമായ നിശ്ചയദാർഢ്യത്തിന്റെയും ഫലമായിരുന്നു. നിങ്ങൾക്കറിയാമോ, 711 CE-യിൽ താരിഖ് ഇബ്ൻ സിയാദ് എന്ന ധീരനായ സൈന്യാധിപന്റെ നേതൃത്വത്തിൽ മുസ്ലിം സൈന്യം സ്പെയിനിലേക്ക് കടന്നുവന്നു. തുടർന്ന് നിരവധി യുദ്ധങ്ങൾക്കും വിജയങ്ങൾക്കും ശേഷം പതിയെ ഈ പ്രദേശം മുസ്ലിം ഭരണത്തിന് കീഴിലായി. അങ്ങനെയാണ് സ്പെയിനിൽ ശക്തമായ ഉമയ്യദ് സാമ്രാജ്യം സ്ഥാപിതമാകുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഏകദേശം 8 നൂറ്റാണ്ടുകളോളം ഈ സാമ്രാജ്യം സ്പെയിനിൽ നിലനിന്നു. യൂറോപ്പിന്റെ ഒരു വലിയ ഭാഗത്ത് ഒരു ഇസ്ലാമിക സാമ്രാജ്യം 8 നൂറ്റാണ്ടുകളോളം നിലനിന്നു എന്നത് ചരിത്രപരമായി എത്രമാത്രം പ്രാധാന്യമുള്ള കാര്യമാണ്. മോഡ്യൂൾ 2. രാഷ്ട്രീയപരവും സാംസ്കാരികവുമായ വളർച്ച, ഒരു സംഗമഭൂമി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 711 CE മുതൽ 1492 CE വരെയുള്ള കാലഘട്ടത്തിൽ സ്പെയിൻ എങ്ങനെയാണ് രാഷ്ട്രീയപരമായും സാംസ്കാരികമായും വളർന്നതെന്നാണ്. ഇത് സ്പെയിനിന്റെ ചരിത്രത്തിലെ ഒരു സുവർണ കാലഘട്ടമായിരുന്നു എന്ന് പറയാം. സാമ്പത്തികപരമായും രാഷ്ട്രീയപരമായും വലിയ മുന്നേറ്റങ്ങളാണ് ഈ കാലയളവിലുണ്ടായത്. ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ രസകരമാകുന്നത്. ഈ കാലഘട്ടത്തിൽ മുസ്ലിം, ക്രിസ്ത്യൻ, യഹൂദൻ എന്നീ 3 വ്യത്യസ്ത സംസ്കാരങ്ങൾ ഒരുമിച്ച് ജീവിച്ചു. അവർക്കിടയിൽ വലിയ തോതിൽ ആശയങ്ങളും അറിവുകളും കൈമാറ്റം ചെയ്യപ്പെട്ടു. ഇതൊരു സാംസ്കാരിക വിപ്ലവത്തിന് തന്നെ കാരണമായി. സ്പെയിനിലെ നഗരങ്ങളായ കോർദബ, സെവില്ലെ, ഗ്രനാഡ എന്നിവ ഈ കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും വലുതും സമ്പന്നവുമായ നഗരങ്ങളായി മാറി. ഈ നഗരങ്ങൾ സാംസ്കാരിക കൈമാറ്റങ്ങളുടെയും അറിവിന്റെയും കേന്ദ്രങ്ങളായിരുന്നു. മോഡ്യൂൾ 3. വിദ്യാഭ്യാസപരമായ നേട്ടങ്ങൾ, അറിവിന്റെ വിളക്കുകൾ. വിദ്യാഭ്യാസ രംഗത്ത് ഇസ്ലാമിക സ്പെയിൻ നൽകിയ സംഭാവനകൾ അത്ഭുതകരമാണ്. ലോകത്തിന് തന്നെ മാതൃകയാക്കാവുന്ന നേട്ടങ്ങളാണ് അവർ കൈവരിച്ചത്. നിങ്ങൾക്കറിയാമോ, അന്നത്തെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ കോർദബ സർവകലാശാല, സെവില്ലെ സർവകലാശാല, ഗ്രനാഡ സർവകലാശാല തുടങ്ങിയവയെല്ലാം ഈ കാലഘട്ടത്തിലാണ് സ്ഥാപിതമായത്. ഈ സർവകലാശാലകളിലേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, യൂറോപ്പിൽ നിന്നും ഏഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നുമെല്ലാം വിദ്യാർത്ഥികൾ പഠിക്കാൻ എത്തിയിരുന്നു. എന്തൊരു കാഴ്ചയായിരിക്കും അത്, അല്ലേ? ഗണിതശാസ്ത്രം, ജ്യോതിശാസ്ത്രം, വൈദ്യശാസ്ത്രം, തത്വചിന്ത തുടങ്ങിയ വിഷയങ്ങളിൽ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടന്നു. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പല ശാസ്ത്രതത്വങ്ങളുടെയും അടിസ്ഥാനം ഈ കാലഘട്ടത്തിലെ കണ്ടുപിടുത്തങ്ങളായിരുന്നു. മോഡ്യൂൾ 4. ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളും സാഹിത്യവും, പ്രതിഭകളുടെ ഉദയം. ഇസ്ലാമിക സ്പെയിൻ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾക്കും സാഹിത്യത്തിനും വലിയ പ്രോത്സാഹനം നൽകി. അറിവിനെ അവരൊരു നിധിയായി കണ്ടു. ഈ കാലഘട്ടത്തിൽ നിരവധി മഹത്തായ ശാസ്ത്രജ്ഞരും അതുല്യരായ എഴുത്തുകാരും ഉയർന്നുവന്നു. അൽ റാസി, ഇബിൻ സീന, ഇബൻ റുഷ്ദ് തുടങ്ങിയവരുടെ സംഭാവനകൾ ലോകമെമ്പാടും ഇന്നും ആദരവോടെ സ്മരിക്കപ്പെടുന്നു. ഇവരുടെ പുസ്തകങ്ങൾ യൂറോപ്പിലെ സർവകലാശാലകളിൽ